ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് സ്പൈഡർ വെബ് റോസ്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ നമ്മുടെ ഫ്ലവറിന് എത്ര വലിപ്പം വേണോ ആ ഒരു വലിപ്പത്തിൽ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ 5 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വീല് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വീല് വരയ്ക്കേണ്ടത് 3, 5, 7, 9 ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ വേണം നമ്മൾ വീല് വരച്ചു കൊടുക്കേണ്ടത്. ലൈൻ വരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ആ ലൈനിന് പറയുന്നതാണ് സ്പോക്ക് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്പോക്കിൽ നിന്ന് സൂചി ഇതുപോലെ കുത്തിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് സൂചി താഴ്ത്തിയിറക്കുക. ഇങ്ങനെ എല്ലാ സ്പോക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ സെൻറ്ററിലേക്ക് താത്തി ഇറക്കുമ്പം നൂലിൻ്റെ അറ്റത്തൊരു കെട്ടിടില്ലേ, ആ കെട്ടിൽ സൂചി കുത്താൻ ഇടയുണ്ടാകും. അതുകൊണ്ട് റൗണ്ടിൽ നിന്ന് മാത്രമാണ് കുത്തിയെടുക്കേണ്ടത്. ഇതുപോലെ 5 സ്പോക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്പോക്കാണ് ഈ റോസിനെ മുഴുവനും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ച് ലൂസാക്കി വിടാൻ പാടില്ല കേട്ടോ. എന്നാലും ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കണ്ട. ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കുമ്പം തുണി ചുരുങ്ങി പോകാൻ ഇടയുണ്ടാവും. അതുകൊണ്ട് ഒരു മീഡിയം രീതിയിൽ, ഒരുപാട് ടൈറ്റ് ആക്കാതെ ചെറിയൊരു ടൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റോസ് ചെയ്യാൻ തുടങ്ങാം. ഇതിനെ വീവിങ് എന്ന് പറയും. ഏതെങ്കിലും 2 സ്പോക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സൂചി കുത്തിയെടുക്കുക. ഇനി സ്പോക്കിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുക. നമ്മളിപ്പം 2 സ്പോക്കിൻ്റെ സെൻറ്ററിൽ നിന്നാണല്ലോ കുത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ഏത് വശത്തൂടെയാണോ പോകേണ്ടത് ആ വശത്തിൻ്റെ അവിടുത്തെ ആ സ്പോക്കിൻ്റെ മേലെ കൂടെ ത്രെഡ് പാസ് ചെയ്ത് നെക്സ്റ്റ് സ്പോക്കിൻ്റെ അടിയിലൂടെ പാസ് ചെയ്ത് വീണ്ടും മേലക്കൂടെ, വീണ്ടും അടിയിലൂടെ, വീണ്ടും മേലക്കൂടെ, വീണ്ടും അടിയിലൂടെ അങ്ങനെ പാസ് ചെയ്ത് വരിക. ഇങ്ങനെ ഒന്നിടവിട്ട് വേണം നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ ഒറ്റ സംഖ്യയിൽ നമ്മൾ സ്പോക്ക് കൊടുക്കാൻ കാരണം എന്താണെന്ന്? അതായത് വീവ് ചെയ്ത് വരുമ്പോൾ ഈ ഒറ്റ സംഖ്യ ആണെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ വീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വീവ് ചെയ്യേണ്ട സമയത്ത് ആ സ്പോക്ക് സ്റ്റിച്ചില്ലേ, അതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. ആ ഫൗണ്ടേഷൻ്റെ അടിയിലൂടെയും മേലെക്കൂടെയും മാത്രമേ പാസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തുണിയിൽ നീഡിൽ കുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ വീവ് ചെയ്തെടുക്കുകയാണല്ലോ, സ്റ്റിച്ച് ചെയ്യുന്നതല്ല. ഇങ്ങനെ വീവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു റോസ് പോലെ ഒരു രൂപം കിട്ടും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പെറ്റൽസ് പോലെ കുറച്ച് ലെയേഴ്സ് കാണാം. ഇതാണ് സ്പൈഡർ വെബ് റോസ്. ഈ ഒരു വീവ് ചെയ്തെടുക്കുന്ന ത്രെഡ് ഒരുപാട് വലിച്ചു കൊടുക്കേണ്ട, കുറച്ച് ലൂസാക്കി വിടണം. ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റോസിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റിച്ചില്ലേ, ആ 5 സ്പോക്ക് അതുമാത്രമാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ വീവ് ചെയ്യേണ്ട ത്രെഡ് നമ്മൾ ഒരിക്കലും ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ചെറിയൊരു ലൂസ് വിടണം. എന്നാലാണ് ആ പെറ്റൽസിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ആ സ്പോക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സൂചി താഴേക്ക് കുത്തിയിറക്കാം. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് കിട്ടും. നമ്മൾ സ്പോക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ആ 5 ലൈൻ കൊടുക്കില്ലേ, അത് അൺഈവൻ ആകരുത്. ഒരേ അകലം പാലിച്ച് വേണം നമ്മൾ ആ ഒരു സ്പോക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും റോസിന് നല്ല ഷേപ്പ് കിട്ടുക. ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് സാരിയിൽ വർക്ക് ചെയ്യാം, ബ്ലൗസിൽ വർക്ക് ചെയ്യാം, കുഷ്യൻ കവറിലൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉപയോഗിച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം. പിന്നെ വാൾ ഹൂപ്പൊക്കെ ചെയ്യുമ്പം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ് ഈ ഒരു ഫ്ലവർ. പിന്നെ ടോറ്റെ ബാഗിൽ ചെയ്യാം. പിന്നെ ബേബി ഡ്രസ്സിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ് ഈ വെബ് റോസ്. ഈ റോസ് നല്ല അടിപൊളി, അതായത് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. റോസിൻ്റെ സെൻറ്ററിൽ ഒരു ഡാർക്ക് കളർ കൊണ്ട് നമ്മൾ വീവ് ചെയ്തെടുക്കുക. വലിപ്പം കൂടി വരുന്തോറും നമ്മൾ ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കളറുള്ള ഒരു ത്രെഡ് ഉണ്ടാവല്ലോ, ആ ത്രെഡ് ഉപയോഗിച്ച് വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവിടെ വീവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ വെബ് റോസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു എക്സ്ട്രാ ഒരു ബ്യൂട്ടി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ വെബ് റോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.